മൂശെ ഒന്നാം ബുധൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. അശുദ്ധാത്മാവിന്റെ തിരിച്ചുവരവ്. ഒരിക്കൽ പുറത്താക്കപ്പെട്ട അശുദ്ധാത്മാവ് ഗതിയില്ലാതെ അലഞ്ഞു നടക്കുകയും വസിക്കാൻ പര്യാപ്തമായ ഒരു ഇടം കിട്ടാതെ വീണ്ടും പഴയ ആലയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അടിച്ചു വൃത്തിയാക്കപ്പെട്ട രീതിയിൽ അവിടം കാണപ്പെടുകയും 7 ഇരട്ടി ശക്തിയോടെ വീണ്ടും അവിടെ വാസമുറപ്പിക്കുകയും ചെയ്യുമെന്ന ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? ഒരു ധ്യാനം കൂടുമ്പോൾ കുറേയേറെ ദുശ്ശീലങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മാവ് മോചനം പ്രാപിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും തീക്ഷ്ണതയും കൊണ്ട് നാം നിറയുന്നു. ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല, ഒരിക്കലും ഒരു തിരിച്ചുപോക്കില്ല എന്നൊക്കെ പ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ ആരംഭശൂരത്വം കഴിയുമ്പോൾ പലപ്പോഴും നാം വീണ്ടും വീണു പോകുന്നു. കാരണം നാം നമ്മിൽ തന്നെ ആശ്രയിക്കുന്നു. യേശു കൂടെയില്ലാത്ത ഏത് നവീകരണവും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു. ഈ ജീവിതസത്യമാണ് യേശു ഇന്ന് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ഹൃദയം ജീവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും അവരിൽ വസിക്കുകയും ചെയ്യുന്നു. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. 2 കൊരിന്ത്യർ 6:12. അവിടെ വിഗ്രഹത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? ദൈവം വസിക്കുന്ന ഈ ആലയം ദൈവത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നില്ലെങ്കിൽ ആ സ്ഥാനം ശത്രു വന്ന് കൈയടക്കും. ഒരു ആത്മീയോണർവ് ലഭിച്ച ശേഷം ദൈവിക ചിന്തകൾ കൊണ്ട് ആത്മാവ് കുത്തിനിറയ്ക്കപ്പെടുന്നില്ലെങ്കിൽ പുറത്തുപോയ ദുഷ്ടാരൂപികൾ 7 ഇരട്ടി ശക്തിയോടെ വീണ്ടും അവിടെ വാസമുറപ്പിക്കും. ഒരിക്കലും 2 വള്ളത്തിൽ ഒരുമിച്ച് കാലുവെച്ച് ഒരുവൻ സഞ്ചരിക്കുക സാധ്യമല്ല.